സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര നയരൂപീകരണത്തിന്റെ ഭാഗമായുള്ള സിനിമാ കോൺക്ലേവിന് ഇന്ന് സമാപനം. സമാപന സമ്മേളനം അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 2 ദിവസങ്ങളായി തിരുവനന്തപുരത്ത് നടക്കുന്ന കോൺക്ലേവിൽ 600ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. സുലേഖ ശശികുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സുലേഖ, ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഏറ്റവും ചരിത്രപ്രധാനമായ ഒരു മൂവ് കൂടിയാണ് ഇത്തരത്തിൽ കേരള സർക്കാരിൻ്റെ ഒരു ഫിലിം പോളിസി ഫോം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരട് നയ ചർച്ചകൾക്ക് ശേഷമാണ് അന്തിമ ഒരു റിപ്പോർട്ടിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുക. വൈകിട്ടോടുകൂടി എന്താണ് ആ റിപ്പോർട്ടിൽ ഉള്ളത്, അല്ലെങ്കിൽ റിപ്പോർട്ട് അവതരണമൊക്കെ മന്ത്രി സജി ചെറിയാൻ നടത്തും. ഏത് രീതിയിലാണ് കോൺക്ലേവിൻ്റെ 2ാം ദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും ഇന്നലെ ആരംഭിച്ച ഫിലിം കോൺക്ലേവിന്റെ ചർച്ചകൾ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ 10 ചർച്ചകളിൽ 6 വിഷയങ്ങളിലെ ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് ഇപ്പോൾ 4 വിഷയങ്ങളിലെ ചർച്ചകളാണ് ഇന്ന് നടക്കുന്നത്. ഈ 4 വിഷയങ്ങളിലെ ചർച്ചകളും ഇന്ന് തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായാണ് ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാർ കേരള സംസ്ഥാന സർക്കാരാണ് ഇത്തരത്തിലൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രത്യേകത എന്നുള്ളതും. എന്തായാലും ഈ 2ാം ദിനത്തിലും ഈ കോൺക്ലേവ് പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ഈ കോൺക്ലേവിന്റെ സമാപനം ഉണ്ടാവുക. അടൂർ ഗോപാലകൃഷ്ണനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ചർച്ചകൾക്കൊടുവിൽ ഇത്തരത്തിൽ ചർച്ചകളിൽ നിന്ന് ക്രോഡീകരിച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെയും ഈ സിനിമ നയ രൂപീകരണത്തിന് നിർദ്ദേശങ്ങൾ എടുക്കുമെന്നുള്ളത് തന്നെയാണ്. ഈ നിർദ്ദേശങ്ങളിൽ നിന്നായിരിക്കും സിനിമാ നയ രൂപീകരണം ഉണ്ടാവുക. ഇന്നലെ ഈ സ്ത്രീ സുരക്ഷ, സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷ, ജോലി സമയം, വേതനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയും ചർച്ച നടന്നിരുന്നു. അതിനുശേഷം ഇന്ന് 2ാം ദിനത്തിലും മറ്റ് വിഷയങ്ങളിലുള്ള ചർച്ചകൾ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളിലുള്ള ചർച്ചകൾ തുടരുകയാണ്. വിനീഷ.